ഹലോ ഗൈസ് പറയൂ. വെൽക്കം ടു ടാനിഷ് യൂട്യൂബ് ചാനൽ. എങ്ങോട്ടാ പോകുന്ന നമ്മള്? ടാനിക്കൊരു പരിപാടി ഉണ്ട്. ഞാൻ കൊറേ കാലായിട്ട് പറഞ്ഞൊരു സാധനം എന്നിട്ട് എനിക്ക് കിട്ടാൻ പോയ. എന്താ അത്? എന്തായിരിക്കും ടാനി? ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ടാനി എന്തെന്നാ കൊറേ ദിവസമായിട്ട് അത് വാങ്ങിത്തരൂ അത് വാങ്ങിത്തരൂ ഒന്നും നോക്കട്ടെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിക്കല്ലോ. എന്തായിരിക്കും 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 ടാനി? എന്തായിരിക്കും ടാടാ? ടാനി പറ. ഊഞ്ഞാലാടി നിന്നല്ല. എന്താ ടാനിക്ക് വേണം വേണം അത് വാങ്ങിത്തരൂ ഡാടാ അത് വാങ്ങിത്തരൂ ഡാടാ എന്ന് പറയാനല്ലേ. ഡാഡ എല്ലാം വാങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ടാനിക്ക് അറിയില്ല. എനിക്കിപ്പം നമ്മള് സർപ്രൈസ് ആയിട്ട് കൊടുക്കും എങ്ങനെ വിചാരിക്കുന്നുണ്ട് ടാനി? ട്രെയിൻ കാണാനാണോ പോണ്ടേ? ഡാഡ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോവാ. സർപ്രൈസ് ആണ്. എടാ പൊട്ടാ, വാലന്റൈൻസ് ഡേ എനിക്കാടാ സർപ്രൈസ്, നമ്മക്കല്ല. എന്ത് പൂവോ? ഇന്ന് മമ്മയ്ക്ക് ഡാഡ തന്ന പോവാ. എങ്ങനെയുണ്ട്? ഇന്ന് എന്താ ടാനി ദിവസം? ഇന്ന് എന്ത് ഡേയാ? വാലന്റൈൻസ് ഡേ പറ. വാലന്റൈൻസ് ഡേ പറ. ഹാപ്പി വാലന്റൈൻസ് ഡേ ഗേൾസ് പറ. റെയിൽവേ സ്റ്റേഷൻ. എന്തിന് വിളിച്ചില്ലേ? ഗ്ലാസ് വെച്ചില്ല. ഗ്ലാസ് വെക്ക്. എന്താണ് എന്താണ്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ടാനി? എങ്ങനെയുണ്ട് സൈക്കിള്? തുണിയാണോ? എങ്ങനെയുണ്ട്? ഇഷ്ടായോ ടാനിക്ക്? ഏതാര സൈക്കിളാ? പൊട്ടിക്കണ്ട, പുതിയ സൈക്കിളല്ലേ. ടാനി അമ്മേന്റെ സൈക്കിള്. വാ സൂപ്പർ. ഒന്ന് ബെല്ലടിക്ക്. അടുത്തേക്ക് പോകുന്നത് ടാനിക്ക് കൊറിയുണ്ട്. നാളെ ഷോ ഉണ്ട്. അപ്പൊ സൈക്കിളൊക്കെ വാങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിൽ പോയി. ടാനി നല്ലോണം ഉറങ്ങിയില്ല. ഉറക്കാൻ കൊറേ നോക്കി. ടാനി ഉറങ്ങിയില്ല. എനിക്ക് സൈക്കിള് കിട്ടിയ സന്തോഷത്തില് ടാനി ഉറങ്ങിയില്ല. കൊറിയ ഇന്ന് ഇനി 6 മണിക്ക് തുടങ്ങും. ടാനിയും ഡാഡയും ചെറുതായിട്ടൊന്ന് ഉടക്കി. അതുകൊണ്ട് ടാനി ഒന്ന് അടങ്ങി നിക്കുന്നു. നമ്മളെടത്തി പലരട്ടല്ലേ? പലരട്ട എടപ്പള്ളിയാണ്. എടത്തിട്ടാര് ഉറക്കപ്പറ കേക്കുന്നില്ല. അടുത്ത സ്റ്റോപ്പ് എവിടെയാ? നെക്സ്റ്റ് സ്റ്റോപ്പ് എടപ്പള്ളി. എവിടെയാ? ലൊക്കേഷൻ എവിടെയാണ്? കൊറിയോ? എങ്ങോട്ട്? പേര്, സ്ഥലം പറ. ബിൽഡിങ്ങിന്റെ പേര്. ലൊക്കേഷൻ നമുക്കറിയില്ലേ? അമ്മയുടെ ലൊക്കേഷൻ ഇടാൻ പറ. വേഗം ഇടാൻ പറ. എനിക്ക് സമയമില്ല പറ. ഇല്ലേ ഇല്ലേ അതാ എന്നാണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്ക്. ഫുൾ ബ്ലോക്കില്ലേ? ഒരു പരിപാടിക്ക് ഇറങ്ങിയ ബ്ലോക്ക്.
സമയം എത്രയായി? 6 മണി. 6 മണിക്കാണ് കൊറിയൊക്കെ എത്താൻ പറഞ്ഞ. 6 മണി. ചായ ഇപ്പൊ കുടിക്കൂ? രാത്രി കുടിക്കണ്ടേ ഒരു 10 മണിക്ക് ശേഷം? ഏടാ കുറവ് കേട്ടാ തള്ളു തന്നെ. സമാധാനം കിട്ടേ നാടൊരു പൊട്ടാതേടാ. എടാ ആടയല്ലടാ. ടാനി മുന്നിലെത്താ. അയ്യോ മുന്നിലെത്താ. നമ്മളെ മുന്നിലെന്താ? വണ്ടീന്റെ മുന്നിലെത്താ ടാനി. മുന്നിൽ നോക്ക്. ഓനാ ബായിനെ നോക്കുന്നത്. ബായി അല്ലടാ മുന്നിലതാ ഒരു ലോറി. അന്ന് ടാനി മൂടിയിട്ട് കൊണ്ടുപോന്നെ. ടാനി കൊണ്ടോടാ. കേറിക്കോ എടപ്പള്ളി ഇറങ്ങിക്കോ. അടുത്തും പറഞ്ഞ എടപ്പള്ളി ആൾ ഇറങ്ങാണ്ട് എടപ്പള്ളി ഇറങ്ങാണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി. പള്ളിയിൽ ഉത്സവം. പള്ളിപ്പെരുന്നാള് ഉത്സവല്ല പെരുന്നാളാ. അമ്പലത്തിലെ ഉത്സവം എന്ന് പറയാ. ഉത്സവല്ലടാടാ പെരുന്നാള്. പെരുന്നാളാ പള്ളിയിൽ പെരുന്നാള്. പോലീസിന് വിളി. പോലീസിന് വിളി. ഇതാ പോലീസ്. പോലീസ്. അയ്യോ അടക്ക് കൂടെ അവിടെ എറണാകുളത്ത്. കൊറിയോ ഒക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ടയേർഡായിരുന്നു. പിന്നെ അവിടെ പോയി ഓനെല്ലാവരുമായിട്ടൊന്ന് സെറ്റായി. കുറച്ച് ടൈമേ കൊറിയ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് 8 മണി 7 മണി 7:30 ആയി. പിന്നെ കുറച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊറിയ ഉണ്ടായിരുന്നു. പിന്നെ ഇവനിക്ക് കുറച്ച് ഷോർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടിട്ട് നേരെ റൂമിലോട്ട് തിരിച്ചു വന്നു. എടപ്പള്ളി ആയിരുന്നു. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് ഇപ്പുറത്താണ് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടത്. അത് കഴിഞ്ഞ് അവിടെ പോയി വണ്ടി എടുത്ത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. നല്ല തിരക്കായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഡാഡിയും ടാനിയും മുന്നിൽ പോയി. ഞാനിങ്ങനെ നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് മെല്ലെ നടന്നു കഴിഞ്ഞു. കുറച്ച് നടക്കാണ്ടായി. വണ്ടി പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. ഇപ്പുറത്താണ് നിർത്തിയത്. അങ്ങനെ കറക്റ്റ് ലൊക്കേഷനിൽ എത്താൻ പറ്റിയില്ല. ഞങ്ങളായിട്ട് മാപ്പ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടിയിൽ കയറി ഡാഡ ടാനിനെ സെറ്റാക്കാൻ. തിരിച്ച് വണ്ടി കയറിയപ്പോൾ അതേപോലെ വരുമ്പോൾ കണ്ട അതേപോലെ തന്നെ മെട്രോൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു കലൂർ. അതിലേ ഞങ്ങൾ തിരിച്ചും വന്നത്. അല്ലാതെ പാലാരിവട്ടത്തിൽ കൂടെ പോവുകയാണെങ്കിൽ അത്ര പ്രശ്നമില്ല. എന്നാലും ശനി ഞായർ പിന്നെ ലീവായതുകൊണ്ട് ഹോളിഡേ ആയതുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു. തിരിച്ച് ഞങ്ങൾ ഇപ്പുറത്ത് കൂടെയാണ് വന്നത്. കലൂർ ആ ഭാഗം വഴി. അവിടെ മെട്രോൻ്റെ പണി നടക്കുന്നുണ്ട്. തിരിച്ചു നല്ല ബ്ലോക്കായിരുന്നു. കുറേ നേരം ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. വോയിസ് ഓവർ കൊടുക്കാൻ കാരണം പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പി റൈറ്റ് അടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയ. ബിരിയാണി കഴിച്ച് പിന്നെ ടാനി സൈക്കിളിൽ തന്നെ ആയിരുന്നു കേട്ടോ. ടാനിക്ക് സൈക്കിൾ ഓടിച്ചിട്ട് മതിയായിരുന്നു. അവൻ ചവിട്ടി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതിലായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നു. പിന്നെ ഞായറാഴ്ച ആയിരുന്നു ഷോയും കൊറിയൊക്കെ. രാവിലെ പോകേണ്ടത് പെട്ടെന്ന് കിടന്നു. അപ്പോൾ ബൈ.